ആകയാൽ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല, പിന്നെയോ വളർത്തുന്നവനായ ദൈവം മാത്രമാണ് എല്ലാം ആയിരിക്കുന്നത്. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു വയ്ക്കുന്നു, നടുന്നവൻ ഏതുമല്ല, നനയ്ക്കുന്നവനും ഏതുമല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വ്യക്തികൾ ചെയ്യുന്നുണ്ട്. ചിലർ ദൈവാലയങ്ങൾ നിർമ്മിക്കുന്നു, ചിലർ സുവിശേഷ വേല ചെയ്യുന്നു, ചിലർ നന്മകൾ ഒരുപാട് പ്രവർത്തിക്കുന്നു, ചില പ്രസ്ഥാനങ്ങൾ പണിതുയർത്തുന്നു. അവരെല്ലാം ആദരവ് ആഗ്രഹിക്കുന്നുവോ? അവരെല്ലാവരും വാഴ്ത്തപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നുവോ? പലപ്പോഴും നാം കാണുന്നു, നട്ടവരെയും നനച്ചവരെയും ഒരുപാട് പ്രശംസിക്കും. വളർത്തുന്ന ദൈവം മാത്രം തമസ്കരിക്കപ്പെടും. നട്ടത് കിളിർത്ത് വന്നത് ദൈവം മുളപ്പിച്ചതുകൊണ്ടാണ്. നനച്ചത് വളർന്നു വന്നത് ദൈവം സൂക്ഷിച്ചതുകൊണ്ടാണ്. ഒടുവിലത് പൂത്തതും തളിർത്തതും ഫലം കായ്ച്ചതും ദൈവം അതിനെ കരുതിയത് കൊണ്ടാണ്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും ആധാരം, നടുന്നവനും നനയ്ക്കുന്നവനും അല്ല. നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു പരമയാഥാർത്ഥ്യമാണ്. പലപ്പോഴും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും വ്യക്തിപൂജകൾക്ക് വേണ്ടിയുള്ള മാർഗങ്ങളായി പിന്നീട് തരംതാണു പോകാറുണ്ട്. അവിടെ ദൈവം മാറ്റി നിർത്തപ്പെടാറുമുണ്ട്. അതിലെ അപകട സൂചന ഈ വാക്യം നമുക്ക് തരുന്നുണ്ട്. ദൈവമാണ് എല്ലാം, ദൈവം എന്നെ ശക്തനാക്കിയത് കൊണ്ട് ഞാനിതൊക്കെ ചെയ്തിരിക്കുന്നു എന്നല്ലാതെ സ്വയം പൂജിതനാകാൻ ദൈവനാമം ഉപയോഗിക്കരുതാരും. കരുതലോടെ ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയച്ചൻ.